ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ ഇവിടെ റജി ലൂക്കോസ് മുമ്പോട്ട് വെച്ച ഒരുപാട് ആശങ്കകളുണ്ട്. അതിന് താങ്കൾക്ക് മറുപടി പറയാം. അതുപോലെ തന്നെ ഈ സാമ്പത്തിക സർവേ നിരീക്ഷണത്തെ വേറൊരർത്ഥത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് കൂടിയുണ്ട്. ഈ ബജറ്റ് ഇപ്പോൾ ഏതാണ്ട് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അവതരിപ്പിക്കാനുള്ളത്. അതുവരെയും നോക്കൂ, ഈ ചൈനീസ് നിക്ഷേപങ്ങൾ, ചൈനീസ് സാധനങ്ങളുടെ ഇറക്കുമതിയല്ല, ചൈനീസ് നിക്ഷേപം തന്നെയാണ് ഇവിടെ വേണ്ടത് എന്നൊരു നിരീക്ഷണം ഈ സാമ്പത്തിക സർവേ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി താങ്കളുടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഒരു പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കേരയിൽ വേണം. അതിൻ്റെ എൻവറോൺമെൻറ്റ് സ്റ്റഡിയോ അതിനുള്ള കാര്യങ്ങളോ ചർച്ചയോ ഒന്നും അല്ലല്ലോ. ഈ കേരയിൽ കുറ്റിയടിക്കുക എന്നുള്ള അല്ലല്ലോ നമ്മുടെ ഒരു ആവശ്യം. ഐ എം സോറി, അങ്ങ് ഈ പറയുന്ന ചർച്ചകളിൽ മുഴുവൻ എനിക്ക് തോന്നുന്ന ഒരു ഗതി തിരിച്ചു വിട്ടത് കേരളിലേക്കാണ്. അതല്ല, നമ്മുടെ വേണ്ടത് ഞാൻ ചോദിക്കുന്ന ഒരു KSRTC നമുക്ക് നേരെ നടത്താൻ ഒക്കാത്തത് കേരളയിലോ പോർട്ടോ വിമാന സർവീസോ ഒന്നും. ഒരു മിനിറ്റ്, അല്ലല്ല, അങ്ങ് ഇതിനകത്ത് ഇടപെടാനൊക്കില്ല. കാരണം ഞാൻ അങ്ങ് ഇതിപ്പോൾ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുക. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഒരു സമഗ്രമായ വികസനം കേരളയിൽ മാത്രം ഇതല്ല. ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറയുന്ന അപ്പം നമ്മളൊരു ഫെഡറൽ സിസ്റ്റത്തിൽ നമുക്ക് വേണ്ട ആവശ്യം എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ഗ്രോത്താണ്. ആ കൊളാബറേറ്റീവ് ഗ്രോത്തിന് നമ്മുടെ സംസ്ഥാനം എന്ത് ചെയ്തു? അത് ഒരു എപ്പോഴും നമ്മളൊരു വളരെ ചലഞ്ച് ചെയ്ത് ഇവിടെ നമുക്ക് ഒരു കാരണവശാലും ഒരു സാമ്പത്തിക അച്ചടക്കം നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഏത് ആളിനോടും പണം ചോദിക്കണം, അങ്ങ് അജിം ഷായോട് ഞാൻ പണം ചോദിക്കണം, അങ്ങനെ ഒരു കണ്ടീഷൻ തരും. എനിക്ക് ഇന്ന കാര്യത്തിനാണെങ്കിൽ ഞാൻ അങ്ങേക്ക് പണം തരാം, അല്ലെങ്കിൽ ഇന്ന തിരിച്ചു തരണം. ചില കണ്ടീഷനാലിറ്റീസ് അത് നിങ്ങൾ ഇനി ജപ്പാനിലോ ജിക്കയുടെ അടുത്തോ അല്ലെങ്കിൽ എവിടെ പോയാൽ പോലും അപ്പം നാച്ചുറലി നമുക്ക് ഒരു സ്മാർട്ട് മീറ്ററിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് സബ്സിഡി വേണ്ട. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പോക്ക് കേരളത്തിൻ്റെ പല ലൊക്കേഷൻസിലും കുറവ് വരാനുള്ള ഒരു ഡെഫിനറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രം പറയുന്നത് പോലെ സർക്കാരുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ പറയുന്ന നിയമം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടയോ? സർക്കാർ അപ്പം അതിനാണ് സർക്കാർ. നമുക്ക് ഈ പറയുന്ന ചില കാര്യങ്ങളിൽ ജനാധിപത്യപരമായി പോകുമ്പോൾ സർക്കാരുകളെ ചുമതലപ്പെടുത്തുന്നത് ചില നിയന്ത്രണങ്ങളും ചില നിയമങ്ങളും അത് പറയുന്ന അതിനെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇന്ന് കേരള സർക്കാർ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നൊരു പറയാനുള്ള അവകാശം എനിക്കില്ല. ആസ് എ സിറ്റിസൺ ഞാൻ ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ അനുസരിക്കുക, അവരുമായി കൊളാബറേറ്റ് ചെയ്ത് പോവുക, അല്ലാതെ ഒരു ബെലിജറൻ്റായിട്ട് ചർച്ചയ്ക്ക് ഇല്ല, ഞാൻ ഇതില്ലെങ്കിൽ ഇത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാനൊരു സ്വന്തമായിട്ട് ചെയ്യുന്നു, ആ ഒരു രീതി നമുക്ക് പറ്റില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കേരളയിൽ വേണോ കേരളയിൽ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളല്ല. ഇവിടുത്തെ സമഗ്രമായ വികസനത്തിന് കൊളാബറേറ്റ് ചെയ്ത് അപ്രോച്ച് ചെയ്ത് എന്ത് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മേജർ പ്രോബ്ലം ഈ പറയുന്ന നമുക്ക് ഏതൊക്കെ സെക്ടറിലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്? ടൂറിസം സെക്ടറിലാണോ, ഫുഡ് പ്രോസസ്സിങ്ങിലാണോ, എഡ്യൂക്കേഷനാണോ, ഹെൽത്ത് കെയർ ആണോ? ഇങ്ങനെയുള്ള മേഖലകൾ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. നമ്മുടെ ഒരു ഡെമോഗ്രാഫി ഒരു ഏജിങ് പോപ്പുലേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 37-38 ഇതിലോട്ടേക്ക് പോയിരിക്കുകയാണ്. അതേസമയം ഭാരതത്തിൻ്റെ ഒരു ടോട്ടൽ ഒരു ഹിന്ദി ഹാർട്ട്ലാൻഡിലാണ് ഈ 20s ഒരു പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. അതിന് വേണ്ട പ്ലാൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. വയസ്സുള്ളവരൊക്കെ കൂടുതൽ എന്താ ജപ്പാനിലടക്കം ഇവിടെ ആരോഗ്യ മേഖല കൂടുതൽ അല്ലല്ല അങ്ങനെ ചുമ്മാ ജപ്പാനിലാളിൻ്റെ വയസ്സ് കൂടി ഇവിടുത്തെ പോപ്പുലേഷൻ ഇൻക്രീസിലും കാര്യങ്ങളും അങ്ങനെ ഒരു ഇവിടുത്തെ ഈ പറയുന്നത് പോലെ എന്തുകൊണ്ട് അലോക്കേഷൻ നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾഡായി, നമ്മൾ പറയുന്ന അലൈൻ ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്ന പോപ്പുലേഷനിൽ ഇതുണ്ടായി. അതുകൊണ്ട് നമ്മുടെ പോപ്പുലേഷൻ സിങ്ക് ചെയ്തപ്പം ഫൈനാൻസ് കമ്മീഷൻ, ബഡ്ജറ്റ് അലോക്കേഷൻ അല്ല, ഫൈനാൻസ് കമ്മീഷനിലുള്ള അലോക്കേഷനിലും മറ്റുമൊക്കെ ഉണ്ടായ കുറവുണ്ടായിട്ടുണ്ട്.
അപ്പോ നാച്ചുറലായിട്ട് അതാണ് രഞ്ജിത്ത് കാർത്തികേയൻ താങ്കൾ സെലക്റ്റീവായിട്ടാണ് കാര്യങ്ങളെ അല്ലല്ല, ഞാൻ എല്ലാവരും സെലക്റ്റീവ് അല്ലേ? ഞാൻ ചോദിക്കുന്നത് അങ്ങ് പറയുന്ന സെലക്റ്റീവ്നെസ് മാത്രം സെലക്റ്റീവ് അല്ലാത്തതും ഞാൻ പറയുന്നത് സെലക്റ്റീവ് ആവുന്നത് എങ്ങനെയാണ്? താങ്കൾക്കുള്ള സാമ്പത്തികമായ അറിവുകളെ, പ്രായോഗികതയെ കൃത്യമായും ഒരു പ്രത്യേക പാതയിലൂടെ താങ്കൾ വെട്ടുകയാണ്. ഞാൻ ഒരു കാര്യം, ഒരൊറ്റ കാര്യം പറയാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്, കാർഷിക മേഖലയ്ക്ക് ഒബ്സർവേഷന് വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്. അതെ, ഒബ്സർവേഷൻസ് ഉള്ള ആളുകളുണ്ട്. റെജി ലൂക്കോസിന് അദ്ദേഹത്തിൻ്റെതായ ഒബ്സർവേഷൻ, എന്റെ അറിവും എനിക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നതും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ തീർച്ചയായും അത് വേണം, അത് പങ്കുവെക്കൂ. പക്ഷേ താങ്കൾ അവിടെ കാണുന്ന ഒരു വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് താങ്കൾ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയെ, കാർഷിക മേഖലയെ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളെ ഒക്കെ ത്വരിതപ്പെടുത്തിയാൽ മാത്രമേ സമഗ്രവും സുസ്ഥിരവുമായ ഒരു വികസനം സാധ്യമാകൂ. അതിന് PPP മോഡലും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അതിന്റെ കണ്ടീഷൻ എല്ലാ കാര്യത്തിലും പ്രൈവറ്റ് സെക്ടർ. പക്ഷേ ഇതിനൊക്കെ നിദാനമാകുന്ന ഒന്നാണ് അതിവേഗ റെയിൽപാത. അല്ലല്ല, യാത്രാ സൗകര്യം. ആ വിഷയം വരുമ്പോൾ താങ്കൾ പറഞ്ഞത് ഒരു KSRTC നടത്താനാകാത്തവർക്ക് നേരെ ഉൾട്ടടിക്കുകയാണ്. സാഹിത്യ പരിഷത്ത് പോലും അംഗീകരിക്കാത്ത ഒരു പ്രോജക്റ്റാണ്. എങ്ങനെ? ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും അംഗീകരിക്കാത്ത ഒരു പ്രോജക്റ്റാണ് സിൽവർ ലൈൻ. സിൽവർ ലൈൻ എന്ന് പറയുന്നത് മാത്രമാണോ നമ്മുടെ വികസനം? നമ്മുടെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നതിനകത്ത് കണക്ടിവിറ്റി വരണമെങ്കിൽ ഡെഫിനറ്റായിട്ട് റോഡ് മുഖാന്തരമുള്ള ഗതാഗതം. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? KSRTC, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന KSRTC. ഇന്ന് KSRTC നമ്മൾ എന്താണ് ചെയ്യുന്നത്? രഞ്ജിത്ത് കാർത്തികേയൻ, 2 ട്രെയിൻ ഗതാഗതം, അതിന്റെ പാത ഇരട്ടിപ്പിക്കൽ, സ്ഥലമെടുപ്പ്. ഞാൻ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഈ രാജ്യത്ത് എത്രയിടത്താണ് അതിവേഗ ഹൈവേ കോറിഡോർ ഉള്ളത്? പൂനെയിൽ നിന്ന് അഹമ്മദാബാദിലേക്കില്ലേ? ഒരെണ്ണം പോരാത്തതിന് രണ്ടാമത് അതിന് സമാന്തരമായി പണിയുന്നു. കേരളത്തിന് മാത്രം സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഒരു ഭൂപ്രകൃതിയും ഇന്ന് എന്തുകൊണ്ടാണ് കൂടെ പ്രളയം വരുന്നത്? തിരുവനന്തപുരം സിറ്റിയിൽ അങ്ങേക്ക് പോകാനായിട്ട് സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെ ഉത്തരേന്ത്യയിൽ പ്രളയം ഉണ്ടായത് എന്തുകൊണ്ടാണ്? വടക്കേ ഇന്ത്യയിലെ കാര്യമാണോ? ഇപ്പൊ കേരളത്തിൽ വേണം ഉടനെ വടക്കോട്ട് നോക്കണ്ട. നമ്മൾ എന്ത് പറഞ്ഞാലും വടക്ക് നോക്കി യന്ത്രമാവേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കൂ, നമ്മൾ കേരളത്തിൽ നിൽക്കൂ. നമ്മുടെ ഇവിടുത്തെ ആമിഴഞ്ചാൽ നമുക്ക് ഇന്ന് പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് അത് തെറ്റായ ഒരു തെറ്റായ നെറേറ്റീവാണ് അജിം ഷാ. ഒരു കാരണവശാലും നിങ്ങൾ നമ്മൾ പ്രാക്ടിക്കലാവും. നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യൂ. ഒരു കേരയിൽ എന്ന് പറയുന്ന ഇതിനു വേണ്ടി മാത്രമല്ല, ബേസിക് കമ്മ്യൂണിറ്റീസ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേരളയിലല്ല. ഇവിടുത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ എവിടെ, ഇവിടുത്തെ ആളുകൾക്ക് തൊഴിലെവിടെ, ഇവിടുത്തെ ആളുകൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് എവിടെ, ഇവിടെ വന്നിട്ടുള്ള മേജർ ഇൻഫ്രാസ്ട്രക്ചർ, വിഴിഞ്ഞത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എവിടെ, റെയിൽ എവിടെ, റോഡ് എവിടെ, ഇതിനുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൃത്യമായി ഇന്നൊരു മാസ്റ്റർ പ്ലാൻ ഇല്ലല്ലോ. തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു സിറ്റിക്കകത്ത് ഉണ്ടാകുന്ന ഗതാഗത കുരുക്കോ അല്ലെങ്കിൽ പ്രളയമോ അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ അത് ഞാൻ പറയുന്നത് ചവറ് സംസാരിക്കുന്നതിനുള്ള ഒരു പ്ലാൻ നമുക്കില്ല. നമ്മൾ എന്ത് പറയുമ്പോഴും പക്ഷേ ഒരു കുറ്റപ്പെടുത്തലിലോട്ട് പോകരുത്. നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കണം. ഈ ഡെവലപ്മെന്റ് വേണ്ടത് എനിക്കും നിങ്ങൾക്കുമാണ്. ശരി, എന്റെ സംസ്ഥാനം മാലിന്യ സംസ്കരണത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ്. നീതി ആയോഗ് തന്നെ ഞാൻ അതിന് സാക്ഷ്യമായി വെക്കുന്നു. നീതി ആയോഗ് തന്നെ അതിന് സാക്ഷ്യമായി വെക്കുന്നു. അതവിടെ നിർമ്മലാ സീതാരാമൻ ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഞാൻ ചോദിക്കുന്നു, എയിംസ് എന്ന കേരളത്തിന്റെ ആവശ്യം എയിംസിന്റെ ലാൻഡ് എടുത്ത് എവിടെയാണ് വേണ്ടത് പേപ്പർ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ എവിടെയാണ് വേണ്ടത് അതിന് ലാൻഡ് അക്വിസിഷൻ വന്നു. എന്ത് പ്രോജക്റ്റ് കിട്ടണമെങ്കിലും അതിന് വേണ്ട മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്തിട്ടുണ്ടോ?